അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നടൻ നിവിൻ പോളി പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ എന്നതാണത്. സിനിമാ രംഗത്ത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന നിവിനെ തകർക്കാൻ ആരെങ്കിലും ആസൂത്രിതമായി ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണ് നിവിൻ പോളിയുടെ സംശയം. തനിക്കെതിരായ ലൈംഗികാരോപണത്തിന് പിന്നിൽ സിനിമാ രംഗത്തുള്ളവർ തന്നെയുണ്ടെന്ന സംശയമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവിൻ പോളി ക്രൈംബ്രാഞ്ച് ADGPക്ക് പരാതി നൽകി. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. സിനിമാ മേഖലയിലെ ലൈംഗികാരോപണങ്ങളിൽ ഏറെ ഞെട്ടലുണ്ടാക്കിയതായിരുന്നു നടൻ നിവിൻ പോളിക്കെതിരായ പരാതി. അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി. പീഡനം നടന്നെന്ന് പറഞ്ഞ തീയതിയിൽ നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നെന്ന് വ്യക്തമായതോടെ തീയതി ഉറക്കപ്പിച്ചിൽ തെറ്റിപ്പറഞ്ഞതാണെന്ന വാദവുമായി പരാതിക്കാരി രംഗത്തെത്തി. ആദ്യം DGPക്ക് ഇമെയിൽ മുഖേന പരാതി അയച്ച നിവിൻ ക്രൈംബ്രാഞ്ച് ADGPക്ക് നൽകിയ പരാതിയിലാണ് ഗുരുതരമായ സംശയം ഉന്നയിച്ചിരിക്കുന്നത്. ലൈംഗികാരോപണത്തിന് പിന്നിൽ സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണോ എന്ന് സംശയമുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. പീഡന പരാതി എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും നിവിൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് യുവതി രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ ആ പരാതിയുടെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചലച്ചിത്ര താരം നിവിൻ പോളി പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ പീഡന പരാതിയുമായി യുവതി രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് നിവിൻ പോളി രംഗത്ത് വന്നിരുന്നു. അന്ന് മാധ്യമങ്ങളിൽ കൂടെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള ADGPക്ക്, അതായത് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേശന് നേരിൽ കണ്ട് അദ്ദേഹം പരാതി കൈമാറിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തന്നെ കൊടുക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു നീക്കം, അത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അത് കൃത്യമായി ഈ ആരോപണം ഫ്രെയിം ചെയ്ത് എടുത്തതാണ്, അത് ക്രിയേറ്റ് ചെയ്തതാണ്, അത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ഈ പരാതിയിൽ പ്രധാനമായി പരാമർശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ക്രൈംബ്രാഞ്ച് മേധാവി, അദ്ദേഹമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹം മറ്റ് ഉദ്യോഗസ്ഥർക്ക്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും IG-യുമായ G. സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ പരാതി കൈമാറും. അതിനുശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുക. സ്വാഭാവികമായി നിവിൻ പോളിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ടാകും. മാത്രവുമല്ല, ഈ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന തീയതികളിൽ നിവിൻ പോളി നാട്ടിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പോൾ മുതൽ തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട ചില അസ്വാഭാവികതകളുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് സിനിമാ മേഖലയിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന ചിലർ നിവിനെതിരായി ബോധപൂർവം ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു എന്ന വിമർശനം ഉയരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് നിവിൻ പോളി തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നേരിട്ട് പരാതി കൈമാറുകയും ചെയ്തിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ പരാതിയിൽ തുടർ നടപടികൾ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടന്മാർക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളിൽ പ്രത്യേക സംഘം അന്വേഷണം തുടരുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വിമർശനവുമായി പരാതിക്കാരി രംഗത്തെത്തി. മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ എന്നിവരടക്കം 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയാണ് അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അതേസമയം മൊഴി നൽകിയ സ്ത്രീകളുടെ പേരുകൾ പുറത്തുപോകരുതെന്നാവശ്യപ്പെട്ട് WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു. അതിനിടെ യുവഗതാഗതത്തിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ സംവിധായകൻ VK പ്രകാശിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ലൈംഗികാരോപണ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനെതിരെ വിമർശനവുമായാണ് ആലുവ സ്വദേശിനിയായ നടി രംഗത്തെത്തിയത്. അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലാതാകുന്നുവെന്നും തന്റെ സ്വകാര്യത ഇല്ലാതാകുന്നുവെന്നുമാണ് പരാതി. മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ എന്നിവരടക്കം 7 പേർക്കെതിരെയാണ് ഈ നടി പരാതി നൽകിയിട്ടുള്ളത്.
ഉദ്യോഗസ്ഥർ തന്നെയാണ്. പക്ഷെ അവർക്ക് എന്തോ എവിടുന്നോ സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു. കാരണം മുകേഷിന് ജാമ്യം കിട്ടിയപ്പോൾ അത് സ്വാഭാവികമാണ്, ജാമ്യം കിട്ടി, എല്ലാവർക്കും ജാമ്യം കിട്ടും. പക്ഷെ ജാമ്യം കിട്ടിയെന്ന് വെച്ചാൽ അവർ ഒരിക്കലും അത് കുറ്റവിമുക്തനാവുന്നില്ല. അവർ ശരിക്കും കോടതി കേസിന്റെ മെരിറ്റിലോട്ട് കടക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് തെളിവുകൾ കൊടുക്കണം പോലീസുകാർ, അത് കഴിഞ്ഞിട്ട് വിചാരണ ഉണ്ട് അല്ലേ. അപ്പം ഈ ഒരു അപ്പീലിന് പോകണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് സെഷൻസ് കോടതിയിൽ നിന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണില്ല? അപ്പൊ പോകാതിരുന്നപ്പോഴാണ് എനിക്കൊരു വിശ്വാസക്കുറവും എനിക്ക് വന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടത്. രേവതി, ബീന പോൾ, റീമ കല്ലിങ്കൽ, ദീദി ദാമോദരൻ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിലവിലെ SIT അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് അംഗങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. മൊഴി നൽകിയ സ്ത്രീകളുടെ പേരുകൾ ഒരു തരത്തിലും പുറത്തുപോകരുതെന്നും ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം WCC അറിയിച്ചു. നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച്, ഗവൺമെന്റ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. മുന്നോട്ടാണ്, സൊല്യൂഷൻ ബേസ്ഡ് ആണ്. അതിനിടെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ സാന്ദ്ര തോമസും ഷീല കുര്യനും രംഗത്തെത്തി. സിനിമയിൽ നിർമ്മാതാക്കൾക്കിടയിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും വർഷങ്ങളായി അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ പരാതി പറയാൻ പലർക്കും ഭയമാണെന്നും സാന്ദ്ര തോമസ് പറയുന്നു. സ്ത്രീകൾക്കാണേലും പുരുഷന്മാർക്കാണേലും ഇത് കുറച്ചു പേരുടെ ഭാഗം ആയിട്ട് മാത്രം ഇരിക്കുകയും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും അവർക്ക് മാത്രം സിനിമ നിർമ്മിക്കാൻ അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റായ പ്രവണതയാണ്. ഇതിന് എഗെയിൻസ്റ്റ് നമ്മൾ ഇനി പ്രതികരിക്കും. യുവകഥാകൃത്തിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ സംവിധായകൻ VK പ്രകാശിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. നടന്മാരായ ജയസൂര്യയും ബാബുരാജും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബാബുരാജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. ആലപ്പുഴ കലവൂർ കോർത്തുശ്ശേരിയിൽ കൊല്ലപ്പെട്ട സുഭദ്രയുടേത് അതിക്രൂരമായ കൊലപാതകം. വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കഴുത്ത്, കൈ എന്നിവയും ഒടിഞ്ഞിട്ടുണ്ട്. കൊലപാതക ശേഷം കൈ ഒടിച്ചുവെന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു സുഭദ്രയുടെ മൃതദേഹം. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ മാത്യൂസ്, ശർമിള ദമ്പതിമാർക്കായി പോലീസ് അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ കലവൂരിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അതായത് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ മൃതദേഹത്തിന്റെ കഴുത്ത് ഒടിഞ്ഞ നിലയിലായിരുന്നു. വാരിയെല്ലുകൾ, രണ്ട് ഭാഗത്തെയും ശരീരത്തിന്റെ വാരിയെല്ലുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ടായിരുന്നു. കഴുത്ത് ഞെരിക്കുകയും ഒപ്പം തന്നെ കഴുത്തിന്റെ കാറ്റ്ലേജ് അടക്കമുള്ള, അതായത് തൈറോയ്ഡ് കാറ്റ്ലേജ്, സ്തരണാസ്ഥികൾ തകർന്ന നിലയിലുമായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഇടത് കൈ ഒടിഞ്ഞ നിലയിലായിരുന്നു. ഒടിഞ്ഞ കൈ പിന്നോട്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം എന്നുള്ളതാണ്. മറ്റ് പരിക്കുകളെല്ലാം തന്നെ, അതായത് വാരിയലുകൾ തകർന്നതും കഴുത്തൊടിഞ്ഞതുമൊക്കെ ജീവനോടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത്തരം മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ നിഗമനം. മാത്യുവിന്റെ കുടുംബവും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അതായത് ഷർമിളയും മാത്യുവും മദ്യപാനത്തിന് അടിമകളായിരുന്നു എന്നുള്ളതാണ് വ്യക്തമായി. മദ്യത്തിന് ഇവർ അടിമകളായിരുന്നു. എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആളുകളായിരുന്നു ഷർമിളയും മാത്യുവും എന്നുള്ളതാണ്. ഷർമിള മദ്യപിച്ചു കഴിഞ്ഞാൽ ഷർമിളയുടെ അടുത്തേക്ക് വരാൻ പോലും ഭയം തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. അക്രമാസക്തയാകുന്ന ആളാണ് ഷർമിള എന്നും മാത്യുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ സുഭദ്രയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് മാത്യുവും ഷർമിളയും എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേരെയൊക്കെ പറയും എന്നെയൊക്കെ ഒരു ആക്രമിക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓടിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് രാത്രി ഇവിടെ ഷർമിള ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. ഷർമിളയെ മദ്യപിച്ച് കിടന്നെന്നാ എനിക്ക് ഞങ്ങൾക്ക് കിടക്കുന്നുറങ്ങാൻ നമ്മൾ വീട്ടിൽ നമുക്ക് നമ്മുടെ കുടുംബത്ത് പോകാന്നൊക്കെ ഞാൻ പറഞ്ഞു. പറഞ്ഞു കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ. വീട്ടിലിരുന്നാണോ മദ്യപിക്കുന്നത് രണ്ടുപേരും? മദ്യപിക്കാൻ വീട്ടിൽ നിന്ന് മദ്യപിക്കും. പിന്നെ ഈ പറഞ്ഞ റൈഞ്ഞോളിന്റെ വീട്ടിലാണ് മദ്യപിക്കുന്നത്. ഈ വാടക വീട്ടിൽ ഇടക്കിടക്ക് മാത്രമേ ചെല്ലാറുള്ളൂ എന്നാണല്ലോ. മോളെ നമുക്കറിയത്തില്ല. നമുക്ക് ഇവിടെ ഉള്ളത് നമുക്കറിയാം. വാടക
കൊലപാതകം 7 or 8 തീയതികളിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഈ 2 തീയതികളിൽ ഏതെങ്കിലും ഒന്നിലാകും കൊലപാതകം നടന്നിട്ടുള്ളത് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഇവർക്ക് വേണ്ടി, അതായത് പ്രതികൾ അന്യ സംസ്ഥാനത്താണ് എന്നുള്ള വിവരമാണ് പോലീസിൽ ലഭ്യമായിട്ടുള്ളത്. അന്വേഷണ സംഘം അവർക്ക് പിന്നാലെ തന്നെയുണ്ട്. വേളാങ്കണ്ണിയിലും ഒപ്പം തന്നെ ഉടുപ്പിയിലുമായി 2 ടീമുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന്റെ കീഴിലുള്ള 2 സംഘങ്ങൾ, കടവന്ത്രയിലെ പോലീസും ഇവർക്കായുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. വേളാങ്കണ്ണിയും തമിഴ്നാടും അതുപോലെ തന്നെ ഉടുപ്പിയും കേന്ദ്രീകരിച്ച്, കർണാടകയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ഇവർ ഈ പണം, അതായത് സുഭദ്രയുടെ കവർച്ചയുടെ ഭാഗമായാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം പലയിടങ്ങളിലായി വിറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സുഭദ്രയുടെ മക്കൾ ആലപ്പുഴയിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായാലും ക്രൂരമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും വിവരങ്ങളുമാണ് സുഭദ്ര എന്ന വയോധികയായ 73-കാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറടയിലെ ഒരു ദുരൂഹമരണത്തിന്റെ വാർത്തയാണ് ഇനി. അപകടത്തിൽ പരിക്കേറ്റയാളെ റോഡരികിലെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷം ബൈക്ക് യാത്രക്കാർ കടന്നു. മുറിയിൽ കിടന്ന് 55-കാരൻ മരിച്ചെങ്കിലും 3 ദിവസത്തിന് ശേഷമാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. ഈ മുറിയിൽ തനിച്ച് താമസിച്ചിരുന്ന കലിങ്കുനാട് സ്വദേശി സുരേഷാണ് മരിച്ചത്. സംഭവം കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസ്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബൈക്ക് യാത്രക്കാർക്കായി അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ 7-ാം തീയതി രാത്രിയാണ് അപകടമുണ്ടായത്. സുരേഷ് റോഡിൽ നിൽക്കുമ്പോൾ ബൈക്കിലെത്തിയ 2 പേർ ഇടിച്ചിടുകയായിരുന്നു. തുടർന്ന് ഇവർ ബൈക്ക് നിർത്തിയിറങ്ങി സുരേഷിനെ എടുത്ത് തൊട്ടടുത്ത മുറിയിലേക്ക് കൊണ്ടുപോകുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. ഈ മുറിയിലാണ് സുരേഷ് താമസിച്ചിരുന്നത്. മുറിയിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് സുരേഷിന്റെ അവസ്ഥ എന്തെന്ന് വ്യക്തമല്ല. അവിടെ കിടത്തിയതിനു ശേഷം 2 പേരും മടങ്ങിപ്പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മുറിയിൽ നിന്ന് ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ നാട്ടുകാർ ജനാലയിലൂടെ നോക്കിയപ്പോഴാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടത്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. അൺയൂഷ്വലായിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ SIയും പാർട്ടിയും ഞാനും ഒക്കെ വന്ന് നോക്കിയ സമയത്താണ് ഇങ്ങനെ ഒരാൾ മരണപ്പെട്ട് കട്ടിലിൽ മലർന്ന് കിടക്കുന്ന രീതിയിൽ കാണപ്പെട്ടത്. ദേഹമാസകലം അഴുകിയ നിലയിലായിരുന്നു. അങ്ങനെയാണ് ഇത് നമ്മൾ അറിയുന്നത്. പിന്നെ തുടർന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴത്തേന് ഒരു വാഹനം പുള്ളിയെ ഇങ്ങനെ ഇടിക്കുന്നതായിട്ടും അത് കഴിഞ്ഞിട്ട് ആ വാഹനത്തിൽ വന്നവർ അദ്ദേഹത്തെ ഈ റൂമിലോട്ട് കിടത്തുന്നതായിട്ടുള്ള ഒരു ഇതുകൂടെ കിട്ടി. അതിനനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പം നടക്കുന്നത്. സുരേഷ് ഭാര്യയുമായി പിണങ്ങി ഒറ്റയ്ക്കായിരുന്നു താമസം. ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാവുന്നവരാണ് ബൈക്കിലെത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. കൊലപാതകമാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. യാദൃശ്ചികമായി ഉണ്ടായ അപകടമാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇയാളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് പോയതെന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. സ്ഥിരം മദ്യപാനിയായിരുന്നു സുരേഷ് എന്ന് പോലീസ് പറയുന്നു. സുരേഷിനൊപ്പം മദ്യപിക്കാറുള്ളവരെയും ചോദ്യം ചെയ്തു വരികയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പാലക്കാട് ലൈംഗികാതിക്രമം നടന്ന യുവതിക്ക് വെട്ടേറ്റു. കഞ്ചിക്കോട് കൊട്ടിൽപ്പാറ സ്വദേശിനിക്കാണ് വെട്ടേറ്റത്. യുവതിയെ ആദ്യം പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആക്രമണം നടത്തിയ പ്രദേശവാസി സൈമൺ ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ലൈംഗികാതിക്രമം ചെറുക്കുന്നതിനിടയിലാണ് യുവതിക്ക് വെട്ടേറ്റത്. തലയ്ക്ക് 3 ഇടത്തായി വെട്ടേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആദ്യം പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഇവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. കഞ്ചിക്കോടാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. അതായത് പുല്ലരിയുന്നതിനും പയറു പറിക്കുന്നതിനും വേണ്ടി അമ്മയും മകളും പാടത്തേക്ക് പോയതാണ്. അമ്മ വീട്ടിലേക്ക് ചായ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയ സമയം
അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസിയായ സൈമൺ പെൺകുട്ടിയെ കടന്നുപിടിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. പെൺകുട്ടി കത്തി ഉപയോഗിച്ച് ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കത്തി പിടിച്ചു വാങ്ങിയ അക്രമി പെൺകുട്ടിയുടെ തലയ്ക്ക് നേരെ തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ കണ്ടതും ഈ പ്രതി സൈമൺ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ പെൺകുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇയാൾ പ്രദേശവാസിയാണ്. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഇയാളെ വീട്ടിലേക്കുള്ളത്. ഈ പെൺകുട്ടിയെ ഇയാൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇയാളെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണത്തിലാണ് പോലീസ്. ഉടൻ തന്നെ ഈ സ്ഥലത്ത് ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ് പ്രതി. അതായത് ആളുകൾ ഓടിക്കൂടിയോടുകൂടി പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിലും പ്രതിയുള്ള സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സംഭവം പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് അതീവ ഗുരുതരമല്ല എങ്കിൽ പോലും തലയ്ക്ക് വെട്ടേറ്റിട്ടുണ്ട്. രക്തം വാർന്നതിനാൽ തന്നെ അതാണ് പ്രധാനമായും ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള കാരണം. അതേസമയം തലയ്ക്ക് മാരകമായ ക്ഷതം ഏറ്റിട്ടില്ല എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന ഒരു സൂചന. എന്തായാലും പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. കുട്ടികളോടുള്ള ലൈംഗികാതിക്രമം ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ഇത്തരം കുറ്റവാളികൾക്ക് നിയമം കടുത്ത ശിക്ഷ അനുശാസിക്കുന്നുണ്ടെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല. മൂന്നാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം കാട്ടിയ യുവാവ് പോലീസിന്റെ പിടിയിലായി. മൂന്നാർ സ്വദേശി അജിത് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം പരവൂരിൽ ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനും അറസ്റ്റിലായിട്ടുണ്ട്. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ പ്രതി സുജിത് കുമാർ പോലീസിന് കീഴടങ്ങുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിലാണ് മൂന്നാർ സ്വദേശി 24-കാരനായ അജിത് കുമാർ പിടിയിലായത്. പ്രണയം നടിച്ച് അടുത്തുകൂടി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസം പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു. ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയതോടെയാണ് ലൈംഗിക അതിക്രമം നടന്നതെന്ന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് മൂന്നാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് കേസെടുത്ത് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലാണ് കൊല്ലം പരവൂരിൽ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായ സുജിത് കുമാർ അറസ്റ്റിലായത്. 2 മാസം മുൻപാണ് കേസിനാസ്പദമായ സംഭവം. സ്ഥാപനത്തിൽ പഠിക്കുന്ന ആൺകുട്ടിയെ കായിക പരിശീലനത്തിനെന്ന വ്യാജേന ഇയാൾ ടർഫിൽ കൊണ്ടുപോയി. പിന്നീട് സമയം വൈകിയതിനാൽ കുട്ടികളെ വീടുകളിലേക്ക് അയക്കുന്നില്ലെന്ന് രക്ഷിതാക്കളെ വിളിച്ചറിയിച്ച ശേഷം കുട്ടിയെ തന്റെ വീട്ടിൽ പാർപ്പിച്ചു. തുടർന്ന് കുട്ടിയെ പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ്. തിരികെ വീട്ടിലെത്തിയ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ രക്ഷിതാക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. പോലീസ് കേസെടുത്തതോടെ സുജിത് കുമാർ ഒളിവിൽ പോയി. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും ബംഗളൂരുവിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി നാട്ടിലെത്തി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. തുടർന്ന് പരവൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മൂന്നാർ കൊട്ടാരക്കര. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ മദ്യപ സംഘത്തിന്റെ ആക്രമണം. മദ്യപിച്ചെത്തിയ 4 പേർ മധുരയ്ക്കുള്ള ബസിന്റെ കണ്ടക്ടറെ മർദ്ദിക്കുകയായിരുന്നു. ബസ് ഇരിട്ടിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. സംഭവത്തിൽ 4 പ്രതികളെയും നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. പുലർച്ചെ 2:30യോടെയാണ് സംഭവമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വഴി മധുരയ്ക്ക് പോകുന്ന ബസ്സിലായിരുന്നു അക്രമം. മലബാറിൽ നിന്ന് ഈ റൂട്ടിൽ ഓടുന്ന ഏക ബസ്സാണിത്. മദ്യപിച്ചെത്തി ബസ്സിൽ കയറിയ 4 യുവാക്കൾ കണ്ടക്ടറോട് ബസ് ഇരിട്ടിയിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടു. ഇരിട്ടിയിലേക്കുള്ള ബസ്സല്ലെന്നും മധുരയ്ക്കുള്ളതാണെന്നും കണ്ടക്ടർ പറഞ്ഞെങ്കിലും
സംഘം അത് ചെവികൊണ്ടില്ല. തുടർന്ന് കണ്ടക്ടറും യുവാക്കളും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. കണ്ടക്ടറെ സംഘം മർദ്ദിക്കുന്നത് കണ്ട് ഡ്രൈവറും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തി തടയാൻ ശ്രമിച്ചു. എന്നാൽ ഇവർക്കും യുവാക്കളുടെ മർദ്ദനമേറ്റു. തുടർന്നാണ് അക്രമികളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത്. മർദ്ദനമേറ്റ കണ്ടക്ടറും ഡ്രൈവറും നടക്കാവ് പോലീസിൽ പരാതി നൽകി. പ്രതികൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. വിവാദങ്ങൾക്കിടെ പി ശശിക്കും ADGP MR അജിത്കുമാറിനുമെതിരെ കൂടുതൽ ഗുരുതര ആരോപണം ഉന്നയിച്ച് PV അൻവർ MLA. ADGP MR അജിത്കുമാർ RSS നേതാക്കളെ കണ്ടത് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് പോലീസ് അട്ടിമറിച്ചു. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമം നടത്തിയെന്നും മുഖ്യമന്ത്രി ഇടപെട്ടാണ് പ്രതികളെ പിടിച്ചതെന്നും PV അൻവർ പറയുന്നു. മുഖ്യമന്ത്രിയെ വിശ്വസ്തർ ചതിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും അദ്ദേഹത്തെ വഞ്ചിക്കുകയാണ് എന്ന വെളിപ്പെടുത്തലാണ് PV അൻവർ MLA മലപ്പുറത്ത് നടത്തിയത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ADGPക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ PV അൻവർ MLA കുറെ കൂടി തെളിവുകൾ മുൻനിർത്തി ആവർത്തിക്കുകയാണ്. RSS നേതൃത്വവുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇന്റലിജൻസ് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപിലെത്തിയില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് RSS ബന്ധമുള്ള പോലീസുകാർ അന്വേഷിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിയ രഹസ്യ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്, അതിന്റെ പകർപ്പ് സഹിതമാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത്. ഇതിൽ അന്വേഷണം വഴിതെറ്റിക്കാൻ RSS ബന്ധമുള്ള പോലീസുകാർ ശ്രമിച്ചു. അവർ പിന്നീട് BJPയുടെ പ്രചാരകരായി മാറുന്നതിന്റെ തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു. പ്രധാനമായിട്ടും അദ്ദേഹം ഈ അന്വേഷണ റിപ്പോർട്ടിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതിൽ നേരത്തെ ഈ ആശ്രമം കത്തിച്ച് അവിടെ ഒരു റീത്ത് എഴുതി വെച്ചിരുന്നു. PK ഷിബുവിന് ആദരാഞ്ജലികൾ എന്ന് കൈപ്പടയിൽ എഴുതിയ ഒരു റീത്ത് ഉണ്ടായിരുന്നു. ഈ റീത്ത് കോടതിയിൽ തെളിവായി സമർപ്പിച്ചതാണ്. ആ തെളിവ് പിന്നീട് കോടതി പോലീസിന് വിട്ടുകൊടുത്തു. പക്ഷേ അതിൽ ആ കൈപ്പടയിൽ എഴുതിയ കടലാസ് അല്ലെങ്കിൽ ആ രേഖപ്പെടുത്തിയത് കാണാതെയായി എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടെത്തൽ. അങ്ങനെ അത് കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ ഒരു കൈപ്പട പരിശോധിച്ച് പ്രതികളിലേക്ക് എത്താൻ കഴിയുമായിരുന്നു എന്ന നിരീക്ഷണം അദ്ദേഹം നടത്തി. അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ ചില ഫോട്ടോസ്, ഇപ്പൊ റിട്ടയർഡാണ്. ഈ കേസന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർഡായിട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ ബൂത്ത് ഏജന്റാണ് ഈ പറയുന്ന വ്യക്തി. ഈ കക്ഷി ഇതിൽ ഈ കേസ് അട്ടിമറിച്ചിലെ ഒരു പ്രധാന കക്ഷിയാണ്. വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഈ വലിയ വിമർശനങ്ങൾ അത് കൂടുതൽ ആക്ഷേപങ്ങളും തെളിവുകളുമായി അദ്ദേഹം കൊണ്ടുവരും എന്നതിന് വേണം കരുതുവാൻ. എന്താണെങ്കിലും P ശശിക്കെതിരെ അദ്ദേഹം വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അതിന് സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കുന്നു. ഇതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഉഴുന്നുവടയിൽ ബ്ലേഡ് കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഹോട്ടൽ അടപ്പിച്ചു. തിരുവനന്തപുരം വെൺപാലവട്ടം കുമാർ ടിഫിൻ സെന്ററാണ് അടപ്പിച്ചത്. ഇവിടെ നിന്ന് പാലോട് സ്വദേശികൾ കഴിച്ച ഉഴുന്നുവടയിലാണ് ബ്ലേഡിന്റെ കഷ്ണം കണ്ടെത്തിയത്. പെൺകുട്ടി ഉഴുന്നുവട കഴിക്കുന്നതിനിടെ പല്ലിലെ കമ്പിയിൽ ബ്ലേഡ് കുടുങ്ങുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസും ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയെ തുടർന്നാണ് ഹോട്ടൽ അടപ്പിച്ചത്. ജീവന് പോലും ഭീഷണി ഉയർത്തുന്ന ഇത്തരം പ്രവൃത്തികളെ അശ്രദ്ധയായി കണക്കാക്കാനാകില്ല.
കർശന ശിക്ഷാ നടപടികളാണ് ഇത്തരക്കാർക്കെതിരെ ആവശ്യം. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.